പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ 6-ാം തീയതി തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കൂടെ അമ്മ ഉണ്ടാവുമെന്ന് നീ ഓർക്കണം ദൈവപൈതലേ. കർത്താവ്, കിടപ്പായിപ്പോയവർ, ഇങ്ങനെ ഒരു ആരോഗ്യമുണ്ട് പക്ഷെ കിടന്നു പോയവർ, ചിലപ്പോൾ അപകടം ഉണ്ടായി കിടന്നു പോയവർ, കർത്താവെ പ്രഷർ വന്ന് കിടന്നു പോയവർ, കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ആ കിടന്നുപോയ മക്കളുടെ മേൽ ശരീരത്തിൽ തലയ്ക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ,
പടലപ്പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തുമൂലം കുടുംബത്തിൽ കലഹവും കോലാഹലങ്ങളും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ. ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവന സമാധാനം ആശംസിക്കണം. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനോടെ ഭരിക്കും. കർത്താവേ, അടിയൻ്റെ പ്രാർത്ഥന കൊണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ടും കർത്താവേ, ആ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, കർത്താവേ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾ വേദനിച്ചുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ വിഷമിക്കുന്നുണ്ടോ ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് നിൻ്റെ വിഷയത്തിൽ ദൈവം തീരുമാനമെടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നീ ജാഗ്രതയോടെ പെരുമാറുക. കർത്താവെ, അകലം വിട്ടുപോകുന്നവർ, രാജ്യം വിട്ടുപോകുന്നവർ, വീട് വിട്ടുപോകുന്നവർ, ഞങ്ങൾ കണ്ണുമ്പിൽ മറയുന്നവർ കർത്താവിൻ്റെ കൃപയാൽ നിറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിസ പുതുക്കാത്തതിൻ്റെ പേരിലും യാത്രയ്ക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിലും തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കുടുങ്ങി കിടക്കുന്നവർ, എൻ്റെ കർത്താവിൻ്റെതുമായ എന്തെങ്കിലും ബന്ധനങ്ങളെ ഞാൻ അർപ്പിച്ച 40 വർഷത്തെ ബലിയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു, അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ് ആൻഡ് ഡെലിവേർഡ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിശ്വരം നീക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലെ 5 വചനം എടുത്തായിരുന്നു. നമുക്കതൊന്നിലെടുക്കാം. മർക്കോസ് 1:45. എന്നാൽ അവൻ പുറത്തു ചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി. തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യം പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല. അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി. ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിൽ നിന്ന് അവന്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഇതിനകത്ത് എനിക്കിഷ്ടപ്പെട്ട വചനം അറിയാം, തങ്ങി എന്നുള്ള വാക്കാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് എന്താണ്? ഒരു വഴി അടഞ്ഞെന്ന് കണ്ടാൽ, അല്ല അവിടെ കലുഷിതമാണെന്ന് കണ്ടാൽ കർത്താവ് വേറെ വഴിയെ പോകും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആ കുഷ്ഠരോഗി സുഖപ്പെട്ടപ്പോൾ അവനോട് പറഞ്ഞായിരുന്ന കർത്താവ്, ആരോടും ചെന്നൊന്നും പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ആ അണ്ണൻ പോയി എല്ലാവരോടും പറഞ്ഞ്. അത് കാരണം യേശുവിനെ പരസ്യമായി നടക്കാൻ പറ്റുന്നതിനല്ല, യേശുവിനെ ശത്രുക്കൾ യേശുവിനെ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ശത്രുപാളയത്തിൻ്റെ മണം വന്നപ്പോൾ യേശു എന്ത് ചെയ്ത്? പിന്നെ പ്രൊസീഡ് ചെയ്തില്ല. പിന്നെ എന്ത് ചെയ്ത്? അവൻ വിജനപ്രദേശത്ത് തങ്ങി എന്നാണ് പറയണത്. വിജനപ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. അത് ഒരേ സമയം തന്നെ ദൈവസന്നിധാനമാണ്. ദൈവസന്നിധാനത്തേക്ക് അവൻ തങ്ങുകയാണ്. നമുക്ക് ചുറ്റും വിഷയങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ നമുക്ക് തങ്ങേണ്ടി വരും കർത്താവിൻ്റെ അടുത്ത്. പിന്നെ മുന്നോട്ട് പോകരുത്. ഇപ്പം കേസ് കൊടുക്കേണ്ട കേസാണെങ്കിലും ഇപ്പം ഞാൻ ചിലരോടൊക്കെ പറയും, കേസ് കൊടുക്കേണ്ട, വരട്ടെ, വെയിറ്റ് ചെയ്യും, പ്രാർത്ഥിക്കെന്ന് പറയും. എന്താ കാര്യം? ഇപ്പോഴും നമ്മൾ ഈ കേസ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വികാരം കൊണ്ട് നിൽക്കുന്ന ആൾക്കാരില്ലേ, അവരുടെ ഇപ്പോഴത്തെ വികാരമാണത്. അപ്പോൾ നമ്മൾ ആ ഒരു അരിശത്തിൽ പോയി അറ്റിച്ചടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കേസ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തന്ന സമയത്ത് കേസ് പിൻവലിക്കാൻ തോന്നും. കാര്യം നമ്മൾ അറിയാതെ നമ്മുടെ വക്കീൽ തന്നെയായിരിക്കും അപ്പുറത്തെ വക്കീലും, അല്ലെങ്കിൽ നമ്മുടെ വക്കീലും, നമ്മുടെ വാദിയാണെങ്കിൽ പ്രതിഭാ വക്കീലും ഈ നമ്മുടെ വക്കീലും കൂടി ഒരു ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരായിരിക്കും. ഇവന്മാർ തമ്മിലുള്ള യുദ്ധമല്ലേ കോടതിയിലെ. അപ്പോൾ അവർ എന്ത് ചെയ്യും? അവർ 10 പൈസ ഇവരിൽ നിന്ന് 2 പേരിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ആ സംഭവം അവസാനം കൊണ്ട് കോംപ്രമൈസ് ആക്കും. എന്നാൽ പിന്നെ ആദ്യം ചെയ്യാൻ പാടില്ലേ? അത് ചെയ്താൽ അവർക്ക് കാശ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ പ്രൊസീഡ് ചെയ്യരുത്. ഇപ്പം നമ്മൾ പറയത്തില്ല, എല്ലാവരും പറയുന്നത് ട്രാഫിക് ലോ ഇല്ലേ, സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് പ്രൊസീഡ് എന്ന്. ട്രാഫിക് ലോ ആണത്. ഒരു റോഡ് കവർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യണം. വന്ന് വരെ അങ്ങോട്ട് കയറി പോകരുത്. ചിലപ്പോൾ ഇടികൊണ്ട് ചിലപ്പോൾ ചമ്മന്തി പരുവത്തിലാവും. അത് സ്റ്റോപ്പ്, പിന്നെ എന്ത് ചെയ്യണം? ലുക്ക്, പിന്നെ എന്ത് ചെയ്യണം? പ്രൊസീഡ്. അങ്ങനെ അത് ട്രാഫിക് ലോ അല്ലേ. പക്ഷേ ബൈബിളിൽ ലോ ലുക്കില്ല എൻ്റെ അകത്ത്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് പറയും ഹാൾട്ട് എന്ന് പറയും. അതാണ് തങ്ങുക എന്ന് പറയുന്നത്. സ്റ്റോപ്പ്, ഹാൾട്ട് ആൻഡ് പ്രൊസീഡ്. ഹാൾട്ട് എന്നാണ് പറയണത്, അല്ല ലുക്ക് എന്നല്ല പറയണത്. ലുക്ക് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് നോക്കി വണ്ടി ചാടി പോകും, അതല്ല. ഹാൾട്ട്.
കാരണം നീ അങ്ങോട്ട് ചെന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പം നീയല്ലേ പോണത്. റോഡ് ക്രോസ് ചെയ്യണമല്ല ലക്ഷ്യം. റോഡ് ക്രോസ് ചെയ്തിട്ട് നീ എന്ത് ചെയ്യും എന്നുള്ളതാണല്ലോ ലക്ഷ്യം. റോഡ് ക്രോസ് ചെയ്യണ ഒരു മാർഗം മാത്രമല്ലേ. റോഡ് എന്തിനാണ് അപ്പുറത്ത് ചെല്ലണത്, അതല്ലേ ലക്ഷ്യം. അപ്പം അതുകൊണ്ട് ബൈബിൾ പറയും സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് പ്രൊസീഡ് അല്ല, സ്റ്റോപ്പ്, ഹോൾട്ട് ആൻഡ് പ്രൊസീഡ്. ചില സമയത്ത് ഹോൾട്ട് ചെയ്യണം, കേസൊന്നും കൊടുക്കേണ്ട, അവിടെ നിൽക്കാൻ പറയണം, നിൽക്കട്ടെ, എന്നിട്ട് പ്രെയർ ചെയ്യണം, എംപവർ ചെയ്യണം, നമ്മളെ തന്നെ എംപവർ ചെയ്യണം. പിന്നെ നമ്മൾക്ക് വേണ്ടി വാദിക്കാൻ കർത്താവ് ഫീൽഡിൽ വരും, വരണവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ദൈവം പണ്ടുപോലെ വാദിക്കുന്ന ആളാണ്, തൻ്റെ മക്കൾക്ക് വേണ്ടി വാദിക്കുന്ന ആളാണ്. അപ്പം നമ്മളെന്താ ചെയ്യണത്? തൻ്റെ മക്കളായിരിക്കാൻ വേണ്ടിയുള്ള യോഗ്യത നേടാൻ വേണ്ടിയാണ് നമ്മളെ തന്നെ ഒരുക്കുന്ന സുവിശേഷവിഹിതമായിട്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.